പോസ്റ്റ്മോർട്ടം മിത്സ്. പ്രസവരക്ഷയിൽ തിളച്ച വെള്ളം കോരി ഒഴിച്ചാൽ മാത്രമേ അത് കംപ്ലീറ്റ് ആവുള്ളൂ. യു ക്യാൻ ഗോ ടു എനി ഒത്തൻറ്റിക് ആയുർവേദിക് സെൻറ്റർ ഫോർ പ്രസവരക്ഷ ട്രീറ്റ്മെൻറ്റ്. അത്രയേ ഉള്ളൂ. തിളച്ച വെള്ളമൊക്കെ ഒഴിച്ച് നമ്മുടെ സ്കിന്നൊക്കെ ബേൺ ചെയ്യുന്നതിന് ഏറ്റവും നല്ലത് നമുക്ക് താങ്ങാവുന്ന സ്കിന്നിലുള്ള ടെമ്പറേച്ചറുള്ള വാട്ടർ യൂസ് ചെയ്തിട്ട് ബോഡി കഴുകുകയാണ്. പിന്നെ മെയിൻലി പ്രസവരക്ഷ എന്നുള്ളത് ഇൻറ്റൻറ്റ് ചെയ്യുന്ന റിലാക്സ് യുവർ ബോഡി ആസ് വെൽ ആസ് മൈൻഡ്. നമുക്കൊരു റിലാക്സേഷൻ, കുറച്ചുകൂടെ ബോഡി മസാജ്, സ്പാ അങ്ങനെയുള്ളതൊക്കെ കിട്ടുന്നത് ആ ഒരു ടൈമിലാണ്. മാത്രമല്ല അത്രയും റെസ്റ്റ് നമുക്ക് എടുക്കാൻ പറ്റുന്നതും പിന്നീട് ഒരു സമയത്ത് നമ്മൾ അത്രയും റെസ്റ്റ് എടുത്തു എന്ന് വരില്ല. സോ എടുക്കാൻ പറ്റുന്നതും ഈ ഒരു ഫസ്റ്റ് ടൈമിലാണ്. സോ മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യുക. പ്രസവരക്ഷ എടുക്കാൻ തന്നെ ഞാൻ എല്ലാവരോടും പറയുള്ളൂ. ആക്ച്വലി ഞാനും പ്രസവരക്ഷ ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ പുനലൂർ ഒരു ആയുർവേദ ഹോസ്പിറ്റൽ, ഡോക്ടർ പണിക്കേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിലാണ് ഞാൻ ചെയ്തത്. അവിടെയും എല്ലാ പ്രസവരക്ഷയും കിഴി, പിന്നെ ഉഴിച്ചിൽ എല്ലാം ചെയ്യുന്നുണ്ട്. സോ ആരും തിളച്ച വെള്ളം കോരി ഒഴിക്കാൻ എന്നോട് ഒരിക്കലും പറഞ്ഞിട്ടില്ല. സോ പണ്ടുള്ള ആൾക്കാർ പരമ്പരാഗതമായും അറിവില്ലായ്മ കൊണ്ടും ചെയ്തു വന്ന കുറച്ച് കാര്യങ്ങളിൽ ഒന്നാണിത്. അപ്പോൾ തിളച്ച വെള്ളം കോരി ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ ബോഡിക്ക് നമുക്ക് പറ്റുന്നത്ര ചൂട്, താങ്ങുന്നത്ര ചൂട് മാത്രമുള്ള വെള്ളം യൂസ് ചെയ്ത് പെയ്ത് വാട്ടറിൽ യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ മരുന്നുകൾ, അരിഷ്ടമാണെങ്കിലും ലേഹ്യമാണെങ്കിലും only with the recommendation of your gynecologist take all these things.